കാസർഗോഡ് പടക്കളായിയിൽ വീട്ടുമുറ്റത്ത് പുലി ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് പടക്കളായി സ്വദേശി വികാസിന്റെ വീട്ടുമുറ്റത്ത് പുലി എത്തിയത്. പുലിയുടെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് അരുൺ, ഈ പടക്കളായി എന്ന് പറയുന്ന മേഖല ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്ന ഒരു മേഖലയാണോ? ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് ഒരു പുലി വളരെ ഒരു കാട്ടിൽ നടക്കുന്നത് പോലെ വീടിൻ്റെ മുറ്റത്തു കൂടി നടക്കുന്നു, അതിന് ഇഷ്ടമുള്ള സ്ഥലത്തൂടെയൊക്കെ അത് യാത്ര ചെയ്യുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ നിലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ ഇത്? വിജുമാർ, ഈ കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാടും നാടും ഇടകലർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. കുറച്ചേ കാടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് നാട്ടിൻ പ്രദേശങ്ങളാണ്. അങ്ങനെ ജനവാസ മേഖലയും കാടും ഇടകലർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെ വന്യമൃഗ ശല്യം ഇതുവരെയും ഭീതി ഒഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാസർഗോഡ് അമ്പലത്തറ പറക്കളായി കല്ലടം ചിറ്റയിലെ വികാസിൻ്റെ വീട്ടുമുറ്റത്താണ് ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. വീടിൻ്റെ ടെറസിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തും പുലി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത്. ഇതിന് തലേ ദിവസം വികാസിൻ്റെ വീട്ടിലെ വളർത്തുനായിയെ പുലി പിടിച്ചിരുന്നു. ഇതേ തുടർന്ന് വികാസ് CCTVയിലൂടെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ഈ പ്രദേശത്തൊക്കെ തന്നെ പുലി നിരന്തരമായി വന്നു പോകുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ മലയോര മേഖലയിലെ ഭീതി ഇനിയും ഒഴിയുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊളത്തൂരിൽ 2 പുലികളെ വനംവകുപ്പ് കൂടുവെച്ച് പിടിച്ചത്. പക്ഷേ എന്നിട്ടും ഈ പുലിശല്യം കുറയുന്നില്ല. പ്രത്യേകിച്ച് ഈ മൂളിയാർ റിസർവ് വനമേഖലയാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്നത്. ഈ മൂളിയാർ റിസർവ് വനമേഖലയിൽ കൂടുതൽ പുലികളുണ്ടെന്ന ഒരു നിഗമനം വനംവകുപ്പിനുമുണ്ട്. അത് അമ്മയും കുഞ്ഞും ഉൾപ്പെടെയുള്ള പുലികൾ ഈ റിസർവ് വനമേഖലയിൽ ഉണ്ട് എന്ന് വനംവകുപ്പ് നേരത്തെ തന്നെ ക്യാമറ ട്രാപ്പിലൂടെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിന് പിടികൂടാനോ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാ നാട്ടിൻ പ്രദേശത്തേക്ക് വീടുകളുടെ മുറ്റത്തേക്കും ടെറസിലേക്കുമൊക്കെ പുലി കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ അമ്പലത്തറ പറക്കളായിലാണ് ഈ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നേരത്തെ കൊളത്തൂർ ഭാഗങ്ങളിലും ഇരിയണ്ണി ഭാഗങ്ങളിലും ഒക്കെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പുലി ഭീതി ഒഴിയാതെ ഇങ്ങനെ നാട്ടുകാർ ആകെ ഭീതിയിലാണ് വിജയകുമാർ. ഈ ദൃശ്യങ്ങൾ കാസർഗോഡ് പറക്കളായിലാണ്. അവിടെ വീട്ടുമുറ്റത്താണ് ഇന്നലെ രാത്രി പുലി എത്തിയത്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.